നമസ്കാരം. പാൻ ഇന്ത്യൻ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർഭരണം നേടി ചരിത്രം രചിച്ച പിണറായിക്ക് അങ്ങനെ ഒരു മോഹം ഉദിച്ചാൽ സഖാക്കളുടെ ഫുൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. കേരളം എന്ന വട്ടത്തിനപ്പുറം രാജ്യവ്യാപകമായി തന്റെ ഭരണ മികവ് അറിയണമെന്നാണ് പിണറായി ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ സിനിമാ തിയേറ്ററുകളാണ് പിണറായി ഇതിനു വേണ്ടി ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ 100 സിനിമാ തിയേറ്ററുകളിൽ പിണറായി ഇനി പ്രത്യക്ഷപ്പെടും. സർക്കാരിന്റെ നേട്ടങ്ങളും പിണറായിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രവും അടക്കം 90 സെക്കൻഡ് വീഡിയോ ആയിരിക്കും തിയേറ്ററുകളിൽ ഇനി കാണാൻ പോകുന്നത്. PRDM പാനൽ ചെയ്ത ഏജൻസികളും സാറ്റലൈറ്റ് ലിങ്ക് മുഖാന്തരം തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ്, UFO എന്നീ ഏജൻസികൾ വഴിയാണ് പിണറായി വിജയൻ ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. 18,19,843 രൂപയാണ് ഈ ആവശ്യത്തിനായി ഈ മാസം 2-ാം തീയതി അനുവദിച്ചിട്ടുള്ളത്. തുക ഇനിയും ഉയരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പണം പ്രശ്നമല്ല എന്നതാണ് പിണറായി വിജയന്റെ നിലപാട്. പണസഞ്ചിയുമായി KN ബാലഗോപാൽ ധനവകുപ്പിൽ ഇരിക്കുമ്പോൾ പണത്തിന് ഒരു ക്ഷാമവുമില്ലെന്ന് പിണറായിക്ക് നന്നായി അറിയാം. സംസ്ഥാനത്തിന്റെ സവിശേഷമായ നേട്ടങ്ങൾ, വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ മാതൃകകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ പരസ്യം തയ്യാറാക്കുക. തുടക്കവും ഒടുക്കവും പരസ്യത്തിൽ പിണറായി പ്രത്യക്ഷപ്പെടും. EMS, EK നയനാർ, VS അച്യുതാനന്ദൻ എന്നീ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവരുടെ ഒരു ശൈലി പിണറായിക്കില്ല. സഖാവ് എന്ന പേരിൽ മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. ക്യാപ്റ്റൻ, ജൈവ ബുദ്ധിജീവി പേരുകളിലാണ് ഇപ്പോൾ പിണറായി അറിയപ്പെടുന്നത്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന സരോജ് കുമാർ ശൈലിയാണ് പിണറായിക്ക് എപ്പോഴും ഇഷ്ടം. നവകേരള സദസ്സിന്റെ ചെലവുകൾ പുറത്തു വന്നപ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകും സരോജ് കുമാർ ശൈലിയോട് പിണറായി ശൈലി എത്രത്തോളം യോജിക്കുമെന്നത്. നവകേരള സദസ്സ് പോലുള്ള പരിപാടിക്ക് വേണ്ടി മുടക്കിയ കോടികളുടെ കണക്ക് ഇതിന്റെ ഉദാഹരണം തന്നെയാണ്. 2,48,00,000 രൂപ മുടക്കിയാണ് പിണറായിയുടെ ഹോർഡിങ്ങുകൾ കേരളമാകെ ഉയർത്തിയത്. പോസ്റ്ററും ക്ഷണക്കത്തും അടിച്ചത് 9,16,00,000 രൂപയ്ക്കാണ്. കൂടാതെ റെയിൽവേ ജിംഗിൾസ്, KSRTC ബസ്സിലെ പരസ്യം, ഇതൊക്കെ. പരസ്യത്തിന് പണം ഒരു പ്രശ്നമല്ല, എത്ര വേണമെങ്കിലും മുടക്കാം. പരിപാടി കളറാകണം. ക്ലിഫ്, കക്കൂസ്, ലിഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളുമായി അത്യാധുനിക ബസ് തന്നെ നവകേരള സദസ്സിന് വേണ്ടി ഇറക്കിയ വ്യത്യസ്തനായ മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ. പാൻ ഇന്ത്യൻ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന പിണറായി വിജയന് എല്ലാ ആശംസകളും. അങ്ങയുടെ 90 സെക്കൻഡ് വീഡിയോ തമിഴ്നാട്ടിലും പഞ്ചാബിലും തെലുങ്കാനയിലും ഉത്തർപ്രദേശിലും തുടങ്ങി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലും കാണിക്കണം. അത് മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അങ്ങയുടെ വീഡിയോ കാണിക്കണം. ലാൽ സലം സഖാവേ. Where entertainment means information. Watch SAC News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.